ഹായ് ഹലോ, ഇപ്പോൾ സമയം രാത്രി 9 മണി. ഞാനുള്ളത് കീഴ്മാടത്തുള്ള ആസ്കോ ടർഫിലാട്ടോ. ഇവിടെ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർഫിൽ എന്തിനാ എല്ലാവരും വരിക? കളിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷെ ഞാൻ വന്നേക്കുന്നത് കളി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിലെ കുറച്ച് ടീമുണ്ട്, ക്രിക്കറ്റിനൊക്കെ സ്പിരിറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാം വന്നും ഈ ഒരു ടർഫിൽ വന്നിട്ട് മാച്ച് കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഷിയാറിനും അനിയനും കൂടിയിട്ട് അവരുടെ കൂടെ കളിക്കാമെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങ് കൂടിയതാട്ടോ. ഞാൻ പിന്നെ വന്നപ്പോൾ പിന്നെ അതൊരു വ്ളോഗ് ആക്കാമെന്ന് അങ്ങ് വിചാരിച്ചു. അപ്പോൾ ക്യാമറ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലവർ തംസപ്പൊക്കെ തന്നിട്ടുണ്ട്, ചിലവർ ക്യാമറ കാണുമ്പോൾ എപ്പോഴും മറിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ DTC എപ്പോഴും എൻ്റെ ക്യാമറക്ക് മുന്നിൽ ഈ ഒരു ഒളിച്ചുംപാത്തും കളിക്കാറുണ്ട്. ഇത്തവണയും അതുപോലെ തന്നെ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറത്തില്ല. അങ്ങനെ ഒരുവിധം എല്ലാവരും വന്നു. അതിനുശേഷം പിന്നെ നമ്മുടെ സന്ദീപിൻ്റെ വക എപ്പോഴും ഒരു GoPro വെച്ചിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ക്രിക്കറ്റൊക്കെ ഇവർ നമ്മളെ ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ഇടാറുണ്ട്. ഈ GoPro വഴി ലാസ്റ്റ് യൂട്യൂബിലൊരു വലിയ എന്താ പറയുക ലിങ്കൊക്കെ ആയിട്ട് യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ സന്ദീപ് അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഇവർ എവിടെയാണ് ഈ GoPro ഒക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് എല്ലാവരും വീഡിയോ എടുത്ത് കൂട്ടുകയാണ്. വേറൊരു പണി എനിക്കില്ലല്ലോ. ഇവരൊക്കെ ഇങ്ങനെ വാമപ്പൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ പേര് ജോ ഇനിയിപ്പോൾ ഓടി വരുന്ന കാണാം കേട്ടോ. ആ ഓട്ടം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇന്ന് ക്രിക്കറ്റാണോ വല്ല ഓട്ട മത്സരമാണോ നടക്കാൻ പോകുന്നുള്ളത് തോന്നിയായിരുന്നേ. അപ്പോൾ ഇനി എൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇങ്ങനെ ചുമ്മാ എടുത്ത് കൂട്ടാന്നുള്ളത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ സമയം പോയത് ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ കാണാനായിട്ട്. ചുമ്മാ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ആദ്യം വിരിച്ച് പോകുമ്പം ബോറടിക്കും, കുറച്ച് സമയം കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും എന്നൊക്കെ വിചാരിച്ചേ. ഞാൻ ഷാമുവിനെ വിളിച്ചായിരുന്നു വരുന്നോ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ നൈറ്റ് ആ ഒരു ടൈം ആയതുകൊണ്ട് ഷാമുവിന് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഷാമു ഇല്ലാഞ്ഞേ. രാവിലെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് പോകുമായിരുന്നേ. 9 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് 9:30 ആയി കേട്ടോ തുടങ്ങുമ്പോൾ. പിന്നെന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ബോറടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എല്ലാവരും നമ്മളെ കമ്പനിക്കാർ തന്നെയല്ലേ. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് സമയം അങ്ങനെ പോയായിരുന്നേ. അങ്ങനെ ഫസ്റ്റ് മാച്ച് കഴിഞ്ഞ് തോറ്റ ക്ഷീണം കേട്ടോ ഇവർ രണ്ടുപേരും പറഞ്ഞു തീർക്കുന്നത്. അതായത് ഗംഭീര തോൽവിയായിരുന്നേ. പക്ഷേ പിന്നീടുള്ള മാച്ച് ഇവർ അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തായിരുന്നേ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അങ്ങനെ ഞാനിരുന്ന് ഇതൊക്കെ ഇങ്ങനെ കുറേ നേരം കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്ളോഗിൽ ഞാൻ എന്ത് ഓഡിയോ കൊടുക്കുന്നതെന്ന് എനിക്ക് കൺഫ്യൂഷനായിരുന്നു. കാരണം എനിക്ക് വലിയ പിടിപാടില്ലാത്ത ഒരു ഏരിയ ആണല്ലോ ഇത്. കളി കാണാൻ പോയി കണ്ടു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പണ്ട് ഈ ക്രിക്കറ്റ് കാണുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി കണ്ടതെന്നും പറഞ്ഞല്ലോ. പിന്നെ എന്താ പറയുക, ഓരോരുത്തർ ഔട്ടാകുമ്പം ഇരുന്ന് ചിരിക്കുക, അത്ര തന്നെയായിരുന്നു എൻ്റെ പണി ഉണ്ടായിരുന്നത്. പിന്നെ അവരെ കളിയാക്കുക തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ കളിയാക്കിയതാണ് DTCനെ. പിന്നെ അങ്ങനെ മാച്ചെല്ലാം ഏകദേശം 12:30 ആകുമ്പോൾ കഴിഞ്ഞു. എല്ലാവരും ഏകദേശം ഒന്ന് ടയേർഡായി. ഇതേ സൈഡായിട്ടുണ്ട് ഓരോരുത്തരുടെ ഈ ഇരിപ്പ് കേട്ടോ പിന്നീട് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് 3-2 ഇവർ ജയിച്ച ആ ഒരു ഇതുണ്ടായിരുന്നത്, സ്കോർ ബോർഡ് ഉണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ എല്ലാവരുടെയും കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. ഞാൻ പിന്നെ അത് വീഡിയോയും കൂടി ആക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ അന്നത്തെ ഒരു വിശേഷം. വീണ്ടും അടുത്ത വീഡിയോ ആണ്. ടാറ്റാ.